ഹലോ എക്സാമിനർ ഫാമിലി, നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കവിതയാണ് മാതൃഭൂമി എന്ന മൈഥിലി ശരൺ ഗുപ്ത എഴുതിയിട്ടുള്ള കവിത അല്ലേ. മൈഥിലി ശരൺ ഗുപ്ത ആരാണ്? രാഷ്ട്രകവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലേ മൈഥിലി ശരൺ ഗുപ്ത. അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് നമുക്ക് എല്ലാ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ വീഡിയോ പൗസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? ആദ്യത്തെ ചോദ്യം, കവിനെ മാതൃഭൂമി കാ വർണ്ണൻ कैसे किया है? കവി മാതൃഭൂമിയെ എങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളത്? കേസേ വർണ്ണൻ കിയാ ഹെ, വർണ്ണൻ കേസേ കിയാ ഹെ, എങ്ങനെയാണ് മാതൃഭൂമിയെ കവി വർണ്ണിച്ചിട്ടുള്ളത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ അല്ലേ? കവി ഇസ് പ്രകാർ മാതൃഭൂമി കാ വർണ്ണൻ കിയാ ഹെ, കവി ഇപ്രകാരമാണ് മാതൃഭൂമിയെ വർണ്ണിച്ചിട്ടുള്ളത്. കി എപ്രകാരം എന്നാൽ ഉസ്കി ഹരിയാലി കേലിയെ, മാതൃഭൂമിയുടെ പച്ചപ്പിനായി നീലാകാശ് സുന്ദർ വസ്ത്ര കി തരഹ് ശോഭിത് ഹേ, നീലാകാശം സുന്ദരമായ വസ്ത്ര കി തരഹ് കപ്പട കി തരഹ് നല്ല വസ്ത്രം പോലെ ശോഭിത് ഹേ, ശോഭിച്ചു നിൽക്കുന്നു, നല്ലവണ്ണം തിളങ്ങി നിൽക്കുന്നു മാതൃഭൂമിയുടെ ഹരിയാലിക്ക് വേണ്ടി, പച്ചപ്പിന് വേണ്ടി. സൂരജ് ഔർ ചാന്ദ്, സൂര്യനും ചന്ദ്രനും മുകുട് കി തരഹ്, മുകുട് എന്ന് പറഞ്ഞാൽ എന്താ? മുകുട് എന്ന് പറഞ്ഞാൽ കിരീടമാണല്ലേ. മുകുട് കി തരഹ്, ഒരു കിരീടം പോലെ. ഉസ്കി ശോഭ ബഡാത്തി ഹേ, അതിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. അതായത് മാതൃഭൂമിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? മുകുട് അല്ലേ. മുകുട് ആരാണ് ഇവിടെ മുകുടായിട്ട് നിലനിൽക്കുന്നത്? സൂരജ് ഔർ ചാന്ദ്, സൂര്യനും ചന്ദ്രനും ഒരു കിരീടം പോലെ, സൂര്യനും ചന്ദ്രനും ഒരു കിരീടം പോലെ മാതൃഭൂമിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നു. പിന്നെയോ സമുദ്ര കർദനി ഹേ, സമുദ്രം എന്താണ്? കർദനി ഹേ, അരഞ്ഞാണമാണ്. കർദനി എന്ന് പറഞ്ഞാൽ എന്താ? അരഞ്ഞാണം. ഔർ നദിയാം, നദികളോ പ്രേം കാ പ്രവാഹ് ഹേ, പ്രേമ പ്രവാഹമാണ്. നദിയിലൂടെ ഒഴുകുന്നത് വെറും വെള്ളമല്ല, മാതൃഭൂമിയോടുള്ള അണയാത്ത അല്ലെങ്കിൽ അണങ്ങാത്ത സ്നേഹത്തിൻ്റെ പ്രവാഹമാണ്. പിന്നെയോ ഫൂൽ ഔർ താരെ മാതൃഭൂമി കാ ആഭൂഷൺ ഹേ, ഫൂൽ ഔർ താരെ, പൂക്കളും നക്ഷത്രങ്ങളും മാതൃഭൂമിയുടെ ആഭൂഷൺ ഹേ, ആഭരണങ്ങളാണ്. ആഭൂഷൺ എന്ന് പറഞ്ഞാൽ എന്താ? ആഭരണങ്ങളാണ്. ചിടിയോ കെ ദൾ സ്തുതി ഗീത് ഗാത്തെ ഹേ, ചിടിയോ കെ ദൾ പക്ഷിക്കൂട്ടങ്ങൾ അല്ലേ. ചിടിയോ കെ ദൾ എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷിക്കൂട്ടങ്ങൾ സ്തുതി ഗീത് ഗാത്തെ ഹേ, മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് സ്തുതിഗീതം പാടുകയാണ്. പിന്നെയോ ശേഷ് ഫണൂസ്കി സിംഹാസൻ ഹേ, ശേഷനാഗത്തിന്റെ ഫണം മാതൃഭൂമിയുടെ സിംഹാസനമാണ്. ബാദലേ മാതൃഭൂമി കെ ലിയേ അഭിഷേക് കർത്തേ ഹേ, മേഘങ്ങൾ മാതൃഭൂമിക്ക് വേണ്ടി അഭിഷേകം ചെയ്യുന്നു. और आखिर कवि कहते हैं, അവസാനം കവി പറയുകയാണ് എന്നാൽ മാതൃഭൂമി ഈശ്വർ കി സഗുൺ മൂർത്തി ഹേ, മാതൃഭൂമി ഈശ്വരന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള മൂർത്തിയാണ് എന്നുകൂടി കവി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയാണ് മാതൃഭൂമിയെ കവി വർണ്ണിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ അല്ലേ? ഇനി അവസാനത്തെ ചോദ്യം, തേരാ പ്രത്യുപകാർ കബി ക്യാ ഹംസേ ഹോഗാ, അമ്മയ്ക്കുള്ള പ്രത്യുപകാരം ഞങ്ങളിൽ നിന്നുണ്ടാകുമോ, ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ എന്ന് കവി ആശങ്കപ്പെടുന്നുണ്ട് അല്ലേ. യെസ്, കവി ऐसा क्यों सोचता है, എന്തുകൊണ്ടാണ് കവി അപ്രകാരം ചിന്തിക്കുന്നത്? ഉത്തരം നോക്കാം. കവി ഇസ് പ്രകാർ ഇസ്ലിയേ സോച്തേ ഹേ, കവി ഇപ്രകാരം ഇതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇസ്ലിയേ സോച്തേ ഹേ, ഇതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മാതൃഭൂമി ഉൻകെ ലിയേ മാം ജൈസി ഹേ, മാതൃഭൂമി അദ്ദേഹത്തിന് എങ്ങനെയാണ്? മാം ജൈസി ഹേ, അമ്മയെ പോലെയാണ്. മാം സേ മിൽ ഗയി ഉപകാരോं को, അമ്മയിൽ നിന്നും ലഭിച്ച ഉപകാരങ്ങൾക്ക് പ്രത്യുപകാർ കർണേ കെ ലിയേ, പ്രത്യുപകാരം ചെയ്യാൻ ബച്ചേ അശക്ത് ഹേ, കുട്ടികൾ അശക്തരാണ്. അമ്മ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടാവും, അതിനെല്ലാം നമുക്ക് പ്രത്യുപകാരം ചെയ്തു കൊടുക്കാൻ കഴിയോ? ഇല്ല, ഒരിക്കലും ആ അമ്മയ്ക്ക് പ്രത്യുപകാരം ചെയ്യാൻ മക്കൾക്ക് കഴിയില്ല. മാതൃഭൂമിനെ കവി കെ ലിയേ ബഹുത് കുച്ച് കിയാ ഹേ, മാതൃഭൂമി കവിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബഹുത് കുച്ച് അല്ലേ, ബഹുത് കുച്ച് എന്ന് പറഞ്ഞാൽ വളരെയധികം കാര്യങ്ങൾ. बचपन से लेकर अब तक बहुत फायदा उन्हें मिला है, बचपन से लेकर കുട്ടിക്കാലം മുതൽ
അബ് തക്ക് ഇപ്പോൾ വരെ ബഹുത് ഫായദ ഒരുപാട് പ്രയോജനങ്ങൾ ഉനേ മിലാ ഹേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാതൃഭൂമിക്ക് മിട്ടി സേ ജന്മേ ഹേ മാതൃഭൂമിയുടെ മണ്ണിലാണ് അദ്ദേഹം ജനിച്ചത്. और उसमें ही वापस लौटना है അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയും വേണം. ഓക്കെ, അതുകൊണ്ട് തന്നെ അമ്മ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ മക്കൾക്ക് സാധിക്കില്ല എന്നതുകൊണ്ടാണ് കവി ऐसा सोचता है കവി അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് ചോദ്യങ്ങളും അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ റെക്കോർഡിങ്സും എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. പിന്നെ അത് കൂടാതെ PYQ സെക്ഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അടിച്ചു പൊളിച്ച് നമുക്ക് +2 ഫുൾ മാർക്കോടുകൂടി എന്ത് ചെയ്യണം, പാസ്സാവണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണുന്നവരെ ബൈ.